കിച്ചണ് പൊട്ടി. എന്നിട്ട് നല്ല ഒരു പാത്രം വെള്ളത്തിൽ ചൂടുള്ള വെള്ളം ചൂടുള്ള വെള്ളം കുടിക്കാം എന്ന് ദിവസം. ഇത് കേൾക്കുന്ന കുട്ടികളുണ്ട്, അവർക്കുള്ളതാണ്, അല്ലാത്ത അവിടെ ഇല്ല. ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവും, കായ്ക്കില്ല പൂക്കില്ല എന്ന മാത്രം അതില്ല. ജയം വെക്കണമെങ്കിൽ നീ ആളുകളെ അനങ്ങാതി ശാരീരിക വഴി പറഞ്ഞു ചില കുട്ടികൾ ഞാൻ നോട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ രാവിലെ നേരത്തെ എണീറ്റിട്ട് വെള്ളം കുടിക്കണം. നിന്ന് ഒരു കാരണവശാലും കുട്ടികൾ വെള്ളം കുടിക്കരുത്. എങ്ങനെ? ഇരുന്നിട്ടേ വെള്ളം കുടിക്കാവൂ. ഒരു കൈപ്പട്ട വെള്ളം ദിവസം കുടിക്കണം കുട്ടികൾ. ഇത് കേട്ട് ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതം സന്തോഷദായകമാവും. ഇത് കേൾക്കാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾ എന്താവുമെന്നുള്ളത് നമുക്ക് പിൽക്കാലത്ത് കണ്ടെത്തണം. ആ കസേര ഇങ്ങനെ ഇറക്കണോ എഴുന്നേറ്റുള്ളൂ. ആ ഇരുന്നോ. എന്താ നിങ്ങളുടെ പേര്? നിങ്ങൾക്ക് ഒരു കമ്പനി ഇരുന്നോ പറഞ്ഞു. യെസ്. അപ്പോൾ 5 മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ബാത്റൂമിലേക്ക് പോകാവൂ കുട്ടികൾ. അപ്പോൾ നിങ്ങളുടെ വയറെന്താവും? വെള്ളം കുടിച്ചാൽ നിങ്ങൾ വേർക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് ചുടുവെള്ളം കുടിച്ചാൽ വേർക്കുന്നുണ്ടില്ലേ, നിങ്ങൾ വിയർക്കാൻ തുടങ്ങും. ശേഷം വെള്ളം കുടിച്ചാൽ നിങ്ങളെ ഉള്ളും പുറവും വയറ് കാര്യവും ശുദ്ധമാകും. വയറ് ശുദ്ധമായാൽ നിങ്ങൾക്ക് അപാര എനർജി വരിക, ഭയങ്കര എനർജി വരും. മറ്റു വയറിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടന്നാൽ നിങ്ങൾക്ക് വായുകോപം വരും, നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, പുസ്തകം കണ്ടാൽ അങ്ങോട്ട് തട്ടി മാറ്റും, അമ്മയോട് ദേഷ്യം, അച്ഛനോട് ദേഷ്യം, എല്ലാവരോടും ദേഷ്യം, വേറെ എന്തെങ്കിലും കണ്ടാൽ അതിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാൻ തോന്നും. അത് എവിടുന്ന ആദ്യത്തെ പുറത്തുവിടുന്ന നിങ്ങളുടെ വയറ് ക്ലീൻ അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഗ്യാസ് പ്രോബ്ലം വരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇറിറ്റേഷൻ വരുന്നത്. അതാണ് പുസ്തകത്തിന് മുന്നിൽ നിന്ന് നിങ്ങൾ തല മാറ്റുന്നത്. അതുകൊണ്ടാണ് പുസ്തകം പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ വരുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ കുട്ടികൾ എന്താക്കണം? രാവിലെ വെറും വയറിൽ ശുദ്ധമായ വെള്ളം, ഇളം ചൂട് വെള്ളം നിങ്ങൾ കുടിച്ച് വയറ് ക്ലീനാക്കിയാൽ ബാത്റൂമിൽ പോയാൽ നിങ്ങൾ അപാര എനർജി വരും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നു, വിയർക്കാൻ തുടങ്ങും. നിങ്ങൾ എന്നാൽ അപാര ആയാസം ഉണ്ടാവും. ഭക്ഷണം കഴിക്കണം, നല്ലൊരു പ്രതീക്ഷ വരുന്നത്. ശേഷം എന്താ ഉണ്ടാവുക? കുട്ടികൾ വ്യായാമം നിർബന്ധമാണ്. ഇവിടെ കുറേ ആളുകളുടെ കയ്യോ കാലോ ഒന്നും വളഞ്ഞില്ല. ഒന്ന് അങ്ങടറ്റോ ഇങ്ങടറ്റോ ഒന്നും കയ്യോ കാലോ വളഞ്ഞില്ല. നിങ്ങൾക്ക് ഇതാ നോക്കാം, മാഷിയുടെ ഈ കൈ ഇവിടെയാണ്, ഈ കൈ വലത് കൈ ഇവിടെ, ഇടത് കൈ ഇവിടെയാണ്. ഈ കൈ ഞാൻ ഇവിടെ കൊണ്ടുവരാം, ഈ കൈ ഞാൻ ഇവിടെ കൊണ്ടുവരാം. ഇതേടെ ഭാഷ എങ്ങനെയാണ് ചെയ്യാലേ? ഞാൻ കാണിച്ചു തരാം. ആണോ? ഇത് കൈവിടെ ഇത് ആർക്ക് ചെയ്യാൻ പറ്റും? എന്താണ് ഏട്ടാ? എന്താ നമ്മൾ ഇരുന്നോ അല്ലെ മാറിക്കും? അപ്പോൾ ഇത് ആർക്ക് ദിവസം ചെയ്യാൻ പറ്റും? ദിവസം കുട്ടികളൊന്ന് ചെറുപ്പേക്ക് ചെയ്യാം. അത് ടൈറ്റ് പേരായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തോളൂ കേട്ടോ. ടൈറ്റ് പേര ഈ കോട്ടിലേക്ക് ഇതേ പറ്റും. മറ്റു മാസം ഫിസിക്കൽ ട്രെയിനിങ് വരുന്ന ലൂസ് പേരല്ല. ഇത് ട്രെയിനിങ് മോട്ടിവേഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് ടൈറ്റ് ഫിറ്റ് ഡ്രസ്സ് ഇട്ടത്. കാരണം ഇതിനതേ പറ്റും. അല്ലാത്തപ്പോൾ നമുക്ക് നമ്മുടെ കൈ, നമ്മുടെ കാല് എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് കൊണ്ടുവരാൻ പറ്റും. നമുക്കൊന്ന് താഴെയുള്ള സാധനം ഇപ്പോൾ പോകാം. സാധാരണഗതിയിൽ ഒരാൾക്ക് അത് പെട്ടെന്ന് എടുക്കാൻ പറ്റൂല, പക്ഷെ മാഷിക്ക് എടുക്കാൻ മാഷി ഡ്രസ് ടൈറ്റാണ്. യെസ്, വീണ്ടും ഓക്കെ. മാഷിയുടെ പ്രായം 60 വയസ്സാണ്. എൻ്റെ മോളാണ് നിൽക്കുന്നത്. എൻ്റെ മകൾക്ക് നിങ്ങളെ പ്രായമുള്ള കുട്ടികളുണ്ട്. ഇവർക്കെല്ലാം മൂത്തവർക്ക് 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുണ്ട്. എൻ്റെ പേരക്കുട്ടി വേദനുണ്ട്. 5ാം ക്ലാസ് പഠിക്കുന്ന മോളുണ്ട്. ഇവർക്ക് അവൻ 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോളുണ്ട് കേശു. ഞങ്ങൾക്കൊരു കുഞ്ഞു വാവിൻ്റെ ചെറിയ മോൾക്ക് ദക്ഷിൺ ഇതെത്ത്. അവന് 4 മാസമായിട്ടുള്ളൂ. എന്നിട്ടും മാഷി ഞാൻ എനർജറ്റിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ മാഷി പഠിച്ചിട്ടുള്ള, മാഷി ജീവിച്ചു പോകുന്ന ജീവിതം എന്താണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടാണ്. ശേഷം എൻ്റെ കുട്ടികൾ ഈ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ദിവസം കുളിക്കണം. ഇന്ന് കുളിക്കാത്ത കുട്ടികളെ കൈകൊണ്ട് ശരി
ദിവസം രാവിലെ അങ്ങനെ കണ്ടാൽ തന്നെ അറിയാം. ദിവസം രാവിലെ കുളിക്കുക. ആരാ കുളിക്കുക? ദിവസം രാവിലെ എന്ത് അസുഖം വന്നാലും കുട്ടികൾ കുളിക്കുക. ഒരു കാരണം വെച്ചാലും ഷവറിന്റെ ചോട്ടിൽ നിന്ന് കുളിക്കരുത്. പാട്ടയില് വെള്ളം മുട്ടിങ്ങനെ 1 2 3 4. അല്ലാതെ നിങ്ങളിപ്പോ കുളിക്കണ കണ്ടിട്ടില്ലേ? നേരെ ബാത്റൂം പോകണം, തലക്കൂടെ വെള്ളയിക്കണം, തുറക്കും. അത് നിങ്ങൾക്ക് എനർജി കിട്ടില്ല. നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്ന എനർജി കിട്ടണമെങ്കിൽ ദിവസം ഒരു 10-20 പാത്രം വെള്ളം എങ്കിലും തലയിൽ കൂടി ഒഴിക്കുക.